ജൂൺ 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കേരളത്തിലും സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര വന്നിരിക്കുകയാണ്. ഇത് UDFന്റെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുമെന്നുള്ളത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല. ഇന്ത്യയിൽ അനേകം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ന്യൂഡൽഹി, കർണാടക, തെലുങ്കാന, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള കൺസെഷനുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് സൗജന്യമായി സഞ്ചരിക്കാനുള്ള അനുവാദം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി മറ്റ് പല സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നത് വിവിധ രീതിയിലാണ്. അതായത് ചില സംസ്ഥാനങ്ങളിൽ ഇത് നമ്മൾ സ്ത്രീകൾ ആധാർ കാർഡ് കാണിച്ചുകൊണ്ട് വേണം അവരുടെ ഐഡൻറ്റിറ്റി ഉറപ്പാക്കിയിട്ടാണ് ഇതിലേക്ക് ബസ് യാത്ര അനുവദിക്കുന്നത്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിട്ട് ഇത് റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. സൗജന്യ യാത്ര റിസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലും ഇപ്പോൾ ആദ്യപടിയായിട്ട് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്നത് ഓർഡിനറി ബസ്സുകളിലാണ്. അതിന് മാസത്തിലെ 70 കോടി രൂപയോളം ചെലവ് കോർപ്പറേഷന് വരുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഓവർ ഡ്രാഫ്റ്റായിട്ട് സർക്കാർ കോർപ്പറേഷന് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലുള്ള പ്രധാന കാര്യം, ഇത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ നമ്മൾ പല ചോദ്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്നതല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഈ യാത്രാ സൗകര്യം നൽകുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഈ സമൂഹത്തിൽ ഒരു പ്രിവിലേജ് നൽകുന്ന കാര്യമാണ്. അതിനാൽ തന്നെ ഈ കാര്യം തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. കാരണം മറ്റു പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഡൽഹി പോലുള്ള മെട്രോ നഗരങ്ങളിൽ പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ട്രാവലാണ്. അത് യഥാർത്ഥത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു അംഗീകാരം എന്ന രീതിയിലാണ് കാണേണ്ടി വരുന്നത്. അത് കൃത്യമായും വളരെ നല്ല കാര്യവുമാണ്. പിന്നെ വരുന്ന ചോദ്യങ്ങൾ, ഇനിയിപ്പോൾ ഇത് എക്സ്പ്രസ് ബസ്സുകളിൽ നടപ്പിലാക്കുമോ, സൂപ്പർ ഫാസ്റ്റിലുണ്ടോ, അതെന്താണ് ഇല്ലാത്തതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് ഓർഡിനറി ബസ്സിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന സ്ത്രീകൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് വിവിധ ഘട്ടങ്ങളിലായിട്ട് മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ മറ്റു വലിയ റൂട്ടുകളിൽ അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് ബസ്സുകളിലൊക്കെ നടപ്പാക്കുന്ന സമയത്ത് ഇതിന് ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ സാധാരണ സ്ത്രീജനങ്ങൾക്ക് ദിവസവും ജോലിക്ക് പോയി വരാനുള്ള സ്ത്രീജനങ്ങൾ അവരുപയോഗിക്കുന്ന ഓർഡിനറി ബസ്സുകളാണ്. ആ ഓർഡിനറി ബസ്സുകൾ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. മറ്റ് ഘട്ടങ്ങളിലേക്കുള്ളത് ഗവൺമെൻറ് അതിനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ CPMൻ്റെ പാർട്ടി സെക്രട്ടറി സഖാവ് MP ഗോവിന്ദൻ, അദ്ദേഹം ഇതിൽ നിന്ന് ഇടതുപക്ഷ MLA-മാരെല്ലാം ഈ ചടങ്ങിൽ നിന്ന് മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു. സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെപ്പറ്റിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ട്. അതിന് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലായി. ഈ പദ്ധതി നടപ്പിലാക്കുന്നില്ലെങ്കിൽ ശരി, അല്ലെങ്കിൽ ഈ പദ്ധതി ഒരൊറ്റയടിക്ക് എല്ലാ ബസ്സുകളിലും എല്ലാ KSRTC ബസ്സുകളിലും നടപ്പാക്കുമെന്നുള്ള ഒരു വാഗ്ദാനമൊന്നും നേരത്തെ ആരും നൽകിയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഇപ്പോൾ KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഒരു കണക്കിന് അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതിൻ്റെ കാര്യമുണ്ട്. കാരണം ഈ പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് ഈ രീതിയിലുള്ള ഈ ദിശയിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കപ്പെടുകയാണ്. ആ നടപ്പിലാക്കപ്പെടുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നത് UDFനോട് ചെയ്യുന്ന ഒരു പ്രതിഷേധം എന്നുള്ളതല്ല. അപ്പോൾ എന്തിനോടാണ് പ്രതിഷേധിക്കുന്നത്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിനെതിരായുള്ള പ്രതിഷേധമാണോ? അല്ല ഓർഡിനറി ബസ്സുകളിൽ മാത്രം നൽകിയുള്ള പ്രതിഷേധമാണോ? എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നല്ല കാര്യങ്ങൾക്ക് തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ആവശ്യമാണ്. ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കാം, തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് സമരപരിപാടികൾ സ്വീകരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത് അത്തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നത് അത്തരത്തിലൊരു തെറ്റായ നടപടിയാണോ? അല്ലെങ്കിൽ എന്തിനാണ് പ്രതിഷേധിക്കുന്നത്? UDFനോടാണോ
അതോ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിലുള്ള പ്രതിഷേധമാണോ? അതൊന്നും നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അത് ഒട്ടും ഒരു നല്ല പ്രവണതയല്ല. ഗവൺമെൻറ്റിൻ്റെ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അത് എത്ര ചെറിയ തോതിലായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതിൽ ഗതാഗത മന്ത്രി ശ്രീ CP ജോൺ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. കാരണം ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു ചരിത്രപരമായ മണ്ടത്തരമായി വിലയിരുത്തപ്പെടുമെന്ന് CP ജോൺ ഇന്നലെ പറഞ്ഞു. അങ്ങനെ മാറി നിൽക്കരുത്, നിങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം വീണ്ടും അഭ്യർത്ഥിച്ചു. അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. തൊഴിലാളി സ്ത്രീകൾക്ക് ലഭിക്കുന്ന, സാധാരണക്കാരായ വർക്കിംഗ് വിമൻ ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം ഗവൺമെൻറ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു തൊഴിലാളി വർഗ പാർട്ടി അതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ CPIM-നോട് അഭ്യർത്ഥിക്കുന്നു. ഇനി അവർ വിട്ടുനിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുന്ന സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സ്ത്രീകൾക്കൊരു സൗജന്യ യാത്ര അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അതൊട്ടും അഭികാമ്യമായ കാര്യമായിട്ട് തോന്നുന്നില്ല. അത് ചരിത്രപരമായിട്ട് ഒരു മണ്ടത്തരമായി തന്നെ പിന്നീട് വ്യാഖ്യാനിക്കപ്പെടും.